ചുമ്മാ ഈ ഹെൽമെറ്റൊക്കെ എടുത്ത് അങ്ങോട്ടേക്കാന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് ഇടാണ്ട് എന്നോട് വരണ്ട ഈ ചാക്കെടുത്തിട്ട് ഡിക്കിലും അവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ ഹെൽമെറ്റ് എടുത്ത് ഞാൻ എൻ്റെ തലയിലടങ്ങ് വെച്ചില്ലേ, വെച്ചവാടൻ എന്നോട് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോവല്ലേ. ഞാൻ ചോദിച്ചു ഇതെല്ലാം മോളെ ഇതെന്താ കൈമേരി ചൂലൊക്കെ ആയിട്ട്. അന്നേരം എന്നോട് പറഞ്ഞു വീട്ടിൽ നന്നായിട്ട് അടിച്ചു വരാനുണ്ട്, നമുക്ക് നേരെ ബൈജുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ സാധനം എടുത്തിട്ട് ഇങ്ങ് പോകാൻ നിന്ന്. പോകുന്ന വായിക്ക് നമ്മൾ ബഷീർ ഖാനെ കണ്ടിട്ടോ. ബഷീർ ഖാൻ ഹായ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബൈജുവിൻ്റെ വീട്ടിലെത്തി. ബൈജുവിൻ്റെ വീട്ടിലെത്തിയിട്ട് പിന്നെ നോക്കണ്ടല്ലോ, ആ സാധാരണ ഉള്ളതിനോട്ട് തന്നെ ബെല്ലടി തുടങ്ങിട്ടോ. ഓനെ വിളിച്ചാൽ ഓൻ എന്നോട് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ആളില്ല, നേരെ ബേക്കിൽ എന്തുണ്ട് നമ്മളെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും എടുത്തോന്ന്. ഇത് എടുത്ത് ഞാൻ എന്താക്കാണ് നേരെ വീട്ടിലേക്ക് പോട്ടോ. ഓ വീട്ടിൽ വരുമെന്ന് പറഞ്ഞതിനെ കൊണ്ട് പിന്നെ മുറ്റത്ത് ചപ്പ് കൂടുതലതിനെ കൊണ്ട് ഉമ്മ വാങ്ങിയ പുതിയ ചൂലെടുത്തിട്ട് നന്നായിട്ട് അടിച്ചു വരിട്ടോ. അന്നേരം ഉമ്മ എന്നോട് പറഞ്ഞുകൊണ്ട് ബനിയനൊക്കെ മാറ്റിയിട്ട് എന്താക്കി ചെറിയ കഷ്ണം കൊമ്പൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അങ്ങ് കൊത്തിക്കളന്ന പിന്നെ ചപ്പ് നിലത്ത് വീലെങ്കിൽ നിൽക്കൂന്ന്. അതേമാതിരി കൊത്തൽ ഒരു 1.5 കൊത്തലൊക്കെ അതിനെ കൊണ്ട് നമ്മൾ നേരെ ലൈനുമ പോയിട്ടാണ് ഈ ഒരു വീൽ വീണിട്ടാ. അങ്ങനെ ഒന്നും നോക്കിയില്ല, മരത്തിൻ്റെ മുകളിൽ വീണിട്ട് കൊടുവാൾ ഇവിടെയും കൊത്തിയിട്ട് പെയിൻറ്റും കയറ്റിക്കാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കാണ് പെയിൻറ്റൊക്കെ അങ്ങ് കയറ്റിയിട്ടാ. പിന്നെ ഇങ്ങ് കയറി മരത്തുമ്പോൾ കയറുന്ന ഒരു പ്രത്യേക രസമാണല്ലോ നമ്മൾ കയറിയിട്ടാ. നമ്മൾ കയറിയതിന് ശേഷം എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി ലൈനുമല വീണ് ഇതൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ടേക്കും കിട്ടില്ല. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ആലോചിക്കുന്നേരാ ചാടണോ. അന്നേരം തലചോറിയൊക്കെ ചെയ്തിട്ട് നമ്മളെന്താക്കാണ് കൊമ്പ് കണ്ടതിന് ക്ഷമക്കൂടി എനിക്ക് അന്നേരം ബൈജു വിളിക്കുന്നു ഞാനിതാ വന്നിക്കുന്നു. അങ്ങനെ നമ്മളെന്താക്കാണ് ബൈജു തേങ്ങ ഒക്കെ പറിച്ചിട്ട് ഇറങ്ങുന്ന വീഡിയോ ഇട്ടോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യുക.